അപ്പോൾ hello everyone, welcome to this video. അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്, പ്രത്യേകിച്ച് മാത്സിൽ എല്ലാ സബ്ജക്ട്സിലും ഉണ്ട്. മാത്സിലാണല്ലോ എനിക്ക് ചോദ്യം വരാറ്, സർ ഫോക്കസ് ഏരിയ പഠിച്ച ഫുൾ മാർക്ക് കിട്ടോ, സർ ഫോക്കസ് ഏരിയ പഠിച്ചാൽ A+ കിട്ടോ, ഇനി B+ ആണോ സർ പറയുന്ന പോലെ, അല്ലെ കുറച്ചുകൂടി എന്താണ് പഠിക്കേണ്ടത്, അത് വേറെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ സാർ എല്ലാം പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്? സമയം കുറവാണല്ലോ. അപ്പോൾ എല്ലാത്തിനും എനിക്ക് ഒരേ ഒരു ആൻസർ ഉള്ളൂ, നമ്മൾ പഠിക്കണം. പക്ഷേ എന്ത് പഠിക്കണം? കുറച്ച് എഫക്റ്റീവ്ലി ആയിട്ട് ഞാൻ കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് പറഞ്ഞുതരാം. നമ്മൾ എന്താണെങ്കിലും ഫോക്കസ് ഏരിയ പഠിക്കണം, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഫുൾ A+ കിട്ടുന്ന ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. അതാണ് ഈ പ്രാവശ്യത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലായത്. പക്ഷേ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്ന് എല്ലാം പഠിക്കണോ? പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഞാൻ ഗ്യാരണ്ടി പറയാൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ ഇനിയും തുടങ്ങാത്തവരുണ്ട്, കുറേ പഠിക്കാത്തത്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങാത്തവർക്കും ഇനി പഠിച്ച് തുടങ്ങിയവർക്ക് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുണ്ടാവും, ബാക്കി എന്തൊക്കെ പഠിക്കണം എന്ന് അറിയാത്തവരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ SSLC മാത്സ് 2022 ഇമ്പോർട്ടൻറ്റ് നോൺ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഫോക്കസ് ഏരിയയിലായിട്ട് വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇനി യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ബുദ്ധിയാണ്. കുറേ ടോപ്പിക്സ് പഠിക്കാനുണ്ട്, അതിൽ കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ ഏത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരണം. നിങ്ങളുടെ പ്രീവിയസ് ഇയറിലെ പാറ്റേൺ, അല്ലേ, കഴിഞ്ഞ 1-2 വർഷത്തെ പാറ്റേൺ വെച്ചിട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്, ഏതാണ് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നത്, സമയം കുറച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ ഏറ്റവും റിസ്ക് കുറവ് റിവാർഡ് കൂടുതലുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരുന്നോ. മിക്കവാറും ടോപ്പിക്സ് എല്ലാം സിമ്പിളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിനുള്ള എല്ലാ ട്രിക്സും ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? അരിത്മെറ്റിക് സീക്വൻസ്. അതിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഓൾറെഡി, എന്നാലൊന്ന് പറഞ്ഞുതരാം. SSLC എക്സാമിനർ ലക്ഷ്യ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് താഴെയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. എക്സാമിനറിൻ്റെ സ്വന്തം ബാച്ചാണ്. ഡെയിലി ലൈവ് ക്ലാസ്സും ഫുൾ സിലബസ് റെക്കോർഡഡ് ആയിട്ടുണ്ട്. ഫുൾ സിലബസ് നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ് ആയിട്ടും ഫുൾ റിവിഷൻസും ടെസ്റ്റും എല്ലാം ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പിക്കുന്ന ലക്ഷ്യ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കെല്ലാം ആ ഡിസ്ക്രിപ്ഷനിലെ വാട്സാപ്പ് ലിങ്കിലൊന്ന് ഞെക്കിയാൽ അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. കാരണം ഇനി റിവിഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഫുൾ A+ ബൂസ്റ്റർ റിവിഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? അരിത്മെറ്റിക് സീക്വൻസസ്. അരിത്മെറ്റിക് സീക്വൻസ് വളരെ സിമ്പിളാണ്. എന്താ നമ്മളോട് പഠിക്കേണ്ടതെന്ന് പറയുന്നത്? ബേസിക്കലി ഫോക്കസ് ഏരിയയിലെല്ലാം ഉണ്ട്. എന്നാണ് പഠിക്കേണ്ടതെന്ന് പറയുന്നത്? എക്സെപ്റ്റ് ഓൾജിബ്രേക്ക് പാർട്ട് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്, ഓൾജിബ്രേക്ക് ഫോം. ഏതാണ് ഓൾജിബ്രേക്ക് ഫോം? ഈ സമ്മ് വരുമ്പോൾ സമ്മിൽ എന്നുള്ളൊരു ഫോം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് പറയും സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഇതാണ്, സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഇതാണ്, നിങ്ങൾ ബാക്കി കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് മാത്രമല്ലാണ്ട് ബാക്കി എല്ലാം ബേസിക്കലി ഉണ്ട്. അതോടെ തന്നെ ഞാൻ പറയുകയാണ്, ഈ ചാപ്റ്റർ മൊത്തം അങ്ങ് പഠിച്ചോ. അപ്പോൾ എക്സാമിനറിൻ്റെ SSLC ഫോക്കസ് ഏരിയയിലെ 1 ഷോട്ട് റിവിഷൻ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ കിട്ടും. എല്ലാ ടോപ്പിക്സും അത് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്പർ പാറ്റേൺസ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കുഞ്ഞു കുട്ടികളൊന്നുമല്ല. നിങ്ങൾക്ക് ഇവിടെ 2 മുട്ട, 4 മുട്ട, 6 മുട്ട, 8 മുട്ട തന്നാൽ നിങ്ങൾക്കറിയാം അടുത്ത എത്ര വരെ 10 മുട്ട ആണെന്നല്ലേ. അതാണ് നമ്പർ പാറ്റേൺസ്. അപ്പോൾ ആ പാറ്റേൺ കണ്ടുപിടിക്കുക ബേസിക്കലി ഒരു AP ആയിരിക്കും, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്താണെങ്കിലും പഠിച്ചിരിക്കണം. 3-4 ഫോർമുലയിൽ 10 മിനിറ്റിൽ പഠിക്കാനുള്ള കാര്യങ്ങളുള്ളൂ ഈ ചാപ്റ്ററിൽ. ബാക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ഫുൾ പഠിക്കുന്നു. അതോടെ നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് മാറ്റി അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. ഇനി സർക്കിൾസിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ട എന്നാണ് ചോദിക്കേണ്ടത്. റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ ഒന്നുമില്ല. ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൽ എന്താണ്? ഡയമീറ്റർ കോഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ആയിരിക്കും. അത് എല്ലാവർക്കും അറിയാം. എവിടെയാണെങ്കിലും ഡയമീറ്റർ സർക്കിളിൻ്റെ മേലെ ഉണ്ടാക്കുന്നത് 90 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ. ഇനി നിങ്ങൾക്കറിയാം ഒരു കോഡ് മേജർ ആർക്കിൽ ഉണ്ടാക്കുന്നത് സെൻട്രൽ ആംഗിൾ എന്താണ്? ഡബിളാണ് നിങ്ങൾക്കറിയാം, അല്ലേ. ഇതിൻ്റെ ഡബിളാണ് സെൻട്രൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഭാഗം കഴിഞ്ഞു. അതുപോലെ തന്നെ മൈനർ ആർക്കിൽ ഉണ്ടാക്കുന്നതോ ഒന്നെങ്കിൽ ഇതിൻ്റെ സപ്ലിമെൻ്ററി ആയിരിക്കും, അല്ലെങ്കിൽ ഈ ആംഗിളും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളറിയാം X = ഇത് X എന്ന് പറഞ്ഞ ആംഗിൾ ആണെങ്കിൽ X = 180 ഡിഗ്രി - C/2, C സെൻട്രൽ ആംഗിൾ. അപ്പോൾ നിങ്ങൾ അതും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ 2 ടോപ്പിക്ക് ഒറ്റയടിക്ക് പഠിച്ചില്ലേ? അപ്പോൾ ഒന്നും വിടണ്ട. ഇനി സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഒന്നുമില്ല. ഒരു സർക്കിളിൻ്റെ മേലെ 4 വെർട്ടീസസ് ഉള്ളൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ഡയഗണലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഇത് 2 ആഡ് ചെയ്ത് 180 കിട്ടും, ഇത് 2 ആഡ് ചെയ്ത് 180 കിട്ടും. അതും പഠിച്ചു കഴിഞ്ഞു. പിന്നെ when 2 chords AB and BC intersect at P, അങ്ങനെയാണെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്യണം. ഇത് ബൈഹാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഈ പേരോടെ ബൈഹാർട്ട് ചെയ്താൽ നിങ്ങൾ ചിലപ്പം സീനാവും. എന്താ സീനാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സർക്കിൾ ഇവിടെ ഉണ്ട്, ഒരു എന്താണ് കോഡ്. ഓക്കെ, A B C D.
ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം എ ബിയും സി ഡി എന്ന് പറഞ്ഞ കോഡുണ്ട്, പിയിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിന് പകരം നിങ്ങളോട് പറയാണ് ഇങ്ങനെയല്ല, സി ബിയും എ ഡി ആണ് കോഡ്. ഓക്കെ, പേരങ്ങ് മാറ്റി സി ബിയും എ ഡി ആണ് കോഡ്. അപ്പം നിങ്ങൾ അങ്ങനെയാണ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യും? ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ പ്രശ്നമാവും. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയാം? ഇവിടെ ആൻസർ വരിക ഈ പി ബി പി സി, ഈ പി സിയും ഈ പി ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ എന്താ വരിക? പി എയും പി ഡിയും വരിക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്? നിങ്ങൾ പഠിക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ രണ്ട് കോഡ് ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് കോഡിൻ്റെ ഭാഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. പി സിയും പി ബിയും എന്ത് പേര് വേണം ആയിക്കോട്ടെ. മൾട്ടിപ്ലൈഡ് ചെയ്യുമ്പം ഈക്വൽ ടു എന്തായിരിക്കും? മറ്റേ കോഡിൻ്റെ രണ്ട് ഭാഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. മനസ്സിലായോ? ആ കോഡിൻ്റെ ഭാഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മറ്റേ കോഡിൻ്റെ ഭാഗങ്ങളായിട്ട് ഈക്വൽ ആയിരിക്കണം. ഈ കോഡിൻ്റെ രണ്ട് ഭാഗം മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ കോഡിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ പഠിക്കണം. ഈ ആൽഫബറ്റ്സ് പഠിച്ചു വെച്ചാൽ നിങ്ങളെ പറ്റിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതും പഠിച്ചു. ഇനി ഒരു സ്പെഷ്യൽ കേസ് ഉണ്ടല്ലോ. ഇത് ഒരു ഡയമീറ്റർ ആണെങ്കിൽ, ഒരു കോഡ് അതിൽ ഡയമീറ്റർ ആണെങ്കിൽ മറ്റേത് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ ബൈസെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോമിൽ പി സി ഇൻറ്റു പി ഡിന് പകരം, ഓക്കെ, പി ഡിന് പകരം അത് കട്ട് ചെയ്ത് പി സി സ്ക്വയർ ആവും. അത് മാത്രമേ ഉള്ളൂ. ഇനി സ്ക്വയർ ഓഫ് എ ഗിവൺ ഏരിയ ആസ് ദാറ്റ് ഓഫ് എ റെക്ടാങ്കിൾ, അത് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് വരും. അത് പറ്റുകയാണെങ്കിൽ പഠിക്കുക. അതോടെ ഈ ചാപ്റ്റർ മൊത്തം പഠിക്കണം. ബേസിക്കലി ഈ ചാപ്റ്റർ മൊത്തം പഠിക്കണം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ 3-4 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു തന്നു. ഇത് മാത്രം നിങ്ങൾ കൺസ്ട്രക്ഷൻ്റെ ഏരിയയിൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതും പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ നിങ്ങൾക്ക് ഫുൾ A+ൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഒരു ഇക്വേഷനുള്ളൂ, ഒരു ഫോർമുലയുള്ളൂ. എന്താണ്? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഡിവൈഡ് ബൈ ടോട്ടൽ കാര്യങ്ങൾ, ആവശ്യമുള്ള ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. എപ്പോഴും ആ ഫോർമുലയുള്ളൂ. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് രീതികളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. പോസിബിലിറ്റീസ് ആസ് നമ്പർ ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. കുറേ സിമ്പിൾ കാര്യങ്ങളുണ്ട്. ഹെഡ്സ് ഉണ്ട്, ടെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഡൈസിൽ എറിയുമ്പോൾ ഓരോ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ. സെക്കൻഡ് ടോപ്പിക് അതിനേക്കാളും സിമ്പിളാണ്. ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. ഫേവറബിൾ, നമുക്ക് ആവശ്യമുള്ള ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. നിങ്ങളിപ്പോൾ ആലോചിക്കുക, അലൻ സാറിൻ്റെ മേത്തേക്ക് നിങ്ങൾക്ക് എന്താ ഒരു ഡാർട്ട് എറിയണം അല്ലേ? ഇങ്ങനെ എറിയില്ലേ ഡാർട്ട്? അത് എറിയണം. പക്ഷേ നിങ്ങളുടെ സ്ക്രീൻ ഇത്രയും വലുതാണ് അല്ലേ? അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി? ഞാനിപ്പോൾ പറയുകയാണ്, ഈ സ്ക്രീനിൻ്റെ ഞാനൊരു 5/1 ഉണ്ട് അല്ലേ? ഇത് 5 ഏരിയ ആണെങ്കിൽ എനിക്കൊരു ഏരിയ അല്ലേ? 1/5 ഓഫ് ദി സ്ക്രീൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്താ? എൻ്റെ മേത്താ വീഴുന്ന 1/5 അല്ലേ? ഈ സ്ക്രീനിൻ്റെ 5/1 ഭാഗം ആൻസറുണ്ട്. അപ്പോൾ 5/1 ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ ജോമെട്രിക്കൽ പ്രോബിലിറ്റി പറയുന്നത്. പക്ഷേ കുറച്ച് ഷേപ്സ് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. സർക്കിളും എന്താണ് സ്ക്വയറിൻ്റെ ഏരിയ ഒക്കെ ഡിവൈഡ് ഒക്കെ ചെയ്ത് വരേണ്ടി വരും. അപ്പോൾ അതും കൂടി പഠിക്കുക. ഡെഫിനറ്റ്ലി വളരെ സിമ്പിളാണ്. ഇനി പെയർ എന്ന് പറഞ്ഞാൽ 2 ഇവൻ്റൊക്കെ ഒക്കർ ചെയ്യുന്നതാണ്. ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു ക്ലാസ് റൂം ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണേലും വരും. ഷർട്ടും പാൻറ്റും ഇടാനുള്ള പ്രോബിലിറ്റി ഒക്കെ വരും. അതൊക്കെ സിമ്പിളാണ്. ഇതും സിമ്പിളാണ്. 1 ഷോട്ട് സീരീസിൽ ഞാനിത് പഠിപ്പിക്കുന്നതായിരിക്കും. 1 ഷോട്ട് സീരീസിൽ ഇതൊക്കെ കണ്ടാൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ എന്താ ഫുള്ള് പഠിക്കുന്നത്. കാരണം അത്രയും സിമ്പിളാണ്. ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഇത് എന്താ അവോയ്ഡ് ചെയ്യണം, എന്ത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോം ഓഫ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഉണ്ടാകും എവിടെയെങ്കിലും, നിർബന്ധമാണ്. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളാണ് അല്ലേ? പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അത് പഠിക്കാനായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. സ്ക്വയറിംഗ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. എന്താണ് സ്ക്വയർ പ്രോബ്ലംസ്? പഠിക്കണം. എന്താണെങ്കിലും പഠിക്കണം. കാരണം എന്താണ്? ഫോക്കസ് ഏരിയ ആണ്. ഇതാണ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ടോപ്പിക്. ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് എന്തിനേലും വിടണോ? ഇല്ല. ആകെ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് നിങ്ങൾക്ക് +1 ആവശ്യം വരും, +2 ആവശ്യം വരും. നിങ്ങൾ ജീവിതത്തിൽ എപ്പോൾ മാക്സിമം വിടും. ഇത് നിങ്ങളെ രക്ഷിക്കും. അതുപോരാതെ നിങ്ങളുടെ അടുത്ത ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി പോലെ തന്നെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ പോളിനോമിയൽസ്, അതിലും ഹെൽപ്പ് ചെയ്യും. ഈ ഇക്വേഷൻ ഇങ്ങനെ ഓർത്ത് വെക്കുക. x = -b ± √b² - 4ac / 2a. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുല. നിങ്ങളുടെ ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ എഞ്ചിനീയർമാരോടോ ഒക്കെ ചോദിച്ചാൽ പറയും ഇതാണ് നിങ്ങൾ എപ്പോഴും രക്ഷിക്കാൻ പോകുന്ന ഫോർമുല. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതാണ് ഇവിടെ എഴുതി വെച്ചത്. അപ്പോൾ ഈ ടോപ്പിക്ക് എന്താണ് ഇതിന് പഠിക്കുക? ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് പഠിച്ചാൽ അങ്ങനെ റിവേഴ്സ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലംസ് ഗിവൺ ഇൻ ദ ഇൻവോൾവ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സിമ്പിളാണ്. ഫാക്ടറും അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ചാപ്റ്റർ മൊത്തം പഠിക്കുക. ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ട. കാരണം എന്താണ്? ഇതാണ് ഈ സിമ്പിൾ ഫോർമുല ബൈ ഹാർട്ട് ചെയ്താൽ അതും കിട്ടി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യോ? ഇല്ല. ഫുൾ മാർക്ക് അവിടെ ഉറപ്പായി. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ട്രിഗണോമെട്രി. ഇവിടെ ആയിരിക്കും കുറേ സ്റ്റുഡൻസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. സാർ എന്തെങ്കിലും ട്രിക്ക് പറഞ്ഞാൽ സാർ എന്താ ചെയ്യുക? അപ്പോൾ എന്നാണേലും നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സിമ്പിൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് അല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കില്ല എന്ന്. ക്വസ്റ്റ്യൻസിലൊക്കെ പറഞ്ഞിട്ട് ഡിസ്റ്റൻസും ഹൈറ്റൊക്കെ വരുമ്പോൾ 45, 45, 90 അഥവാ 30, 60, 90 എന്നുള്ള റേഷ്യോയിൽ മാത്രമേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോക്കസ് ഏരിയയിൽ.
പക്ഷേ അത് തന്നെ ഫോക്കസ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറയുള്ളൂ. ട്രയാങ്കിൾസ് വിത്ത് ആംഗിൾ ഇതൊരു ടൈപ്പ് ആംഗിളാണ് കേട്ടോ. ഇവിടെ എന്താണ് 1:1:√2. പിന്നെ ഇവിടെ ഒരു റേഷ്യോ ഉണ്ട്. ആ സിമ്പിൾ 2 റേഷ്യോ പഠിച്ച് നിങ്ങൾ ചാപ്റ്റർ പകുതി കഴിഞ്ഞു. പിന്നെ എന്താണ് ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസ്. അതിൽ സൈന് വരും, കോസ് വരും. സൈനും കോസും വരും. സിമ്പിൾ കാര്യമാണ്, വളരെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ 2 ട്രയാങ്കിൾ പഠിച്ചാൽ തന്നെ നിങ്ങളുടെ പകുതി ചാപ്റ്റർ കഴിഞ്ഞു. ഇതും കൂടി കഴിഞ്ഞാൽ 3/4 ചാപ്റ്ററും കഴിഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് പഠിക്കണം. റേഷ്യോസ് ഓഫ് സൈഡ്സ് ആൻഡ് ആംഗിൾസ്. ഇത് നിങ്ങളുടെ ഹെഡിങ് അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി ടെക്സ്റ്റ് ബുക്കിലില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ സെയിം ട്രയാങ്കിളിൻ്റെ സെയിം ആംഗിൾസ് വെച്ചിട്ട് വലിയൊരു ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ സൈഡ്സും ഒക്കെ ഒരു റേഷ്യോ ഉണ്ടാവും. അത് പഠിക്കണ്ട. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ്, ഇവിടെ 70, ഇവിടെ 100, ഇവിടെ 10 ആണ്. ഇവിടെയും 70, 100, 10 ആണെങ്കിൽ സെയിം ആംഗിൾസ് ആണെങ്കിൽ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. അത് പഠിക്കണ്ട, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പറ്റുകയാണെങ്കിൽ പഠിച്ചോ, പക്ഷേ പറ്റില്ലെങ്കിൽ പഠിക്കണ്ട. ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ അതും വേണേൽ അവോയ്ഡ് ചെയ്തോ. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. ഈ സെൻട്രൽ ആംഗിളും ആംഗിളൊക്കെ ആയിട്ടൊരു കണക്കുണ്ട്. അതും വേണമെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ് എന്താണെങ്കിലും പഠിക്കണം. വെരി 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 ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉപയോഗിക്കണ്ടേ, അതാണ് ഇവിടെ. അപ്പോൾ എന്താണെങ്കിലും ഇത് പഠിക്കണം. അതുപോരാതെ ക്വസ്റ്റ്യൻസ് ഈ 2 ടൈപ്പ് ട്രയാങ്കിളിനെ വരുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താ, അതൊന്ന് പഠിക്കുക, ഡെഫിനറ്റ്ലി പഠിക്കുക. എന്താണെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ ഇത് പഠിച്ചാൽ ഇത് പഠിച്ച് കിട്ടി. സെയിം ടോപ്പിക് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് മരവും ബിൽഡിങ്ങും പോസ്റ്റൊക്കെ തരും. ഇവിടെ അത് ഉണ്ടാവില്ല എന്നുള്ളൂ. ഓക്കെ, ഇവിടെ ആംഗിൾസ് ഓഫ് ന്യൂ മെഷർ എന്താണ്, ടാൻ വരുന്ന ടോപ്പിക്. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ കഷ്ടപ്പെട്ട് ആദ്യത്തെ ടോപ്പിക് പഠിച്ച സൈൻ ഡിവൈഡഡ് ബൈ കോസ് ആണ് ടാൻ. അപ്പോൾ അതൊന്ന് പഠിച്ചേക്ക്, ഒന്നുമില്ല. ഹൈറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ടാനായിട്ട് ചെയ്യണമെന്നില്ല, ടാൻ ഉപയോഗിച്ച് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതോടെ നിങ്ങൾ ഇതും കൂടി അങ്ങ് പഠിച്ചേക്ക്, എന്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആകെ ഈ സർക്കിളും ട്രയാങ്കിളും വരുന്ന ക്വസ്റ്റ്യനും പിന്നെ റേഷ്യോ ഓഫ് സൈഡ്സ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലാണ്ട് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ നിന്ന് ആൻസർ ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ഈ ചാപ്റ്ററിലെ 90% പഠിക്കുന്നുണ്ട്. ഓക്കെ, റെഡി. ഇനി നമുക്ക് കോർഡിനേറ്റ്സ് നിങ്ങൾ ഫുൾ ചാപ്റ്റർ പഠിക്കണം. കോർഡിനേറ്റ്സ് ആദ്യം നിങ്ങൾക്ക് ഒരു വ്യത്യാസം വരുന്നത്, കോർഡിനേറ്റ്സ് ഓഫ് ദ കോർണേഴ്സ് ഓഫ് ദ റെക്ടാങ്കിൾ. ഇതിന് പകരം നിങ്ങളൊന്ന് ക്വാഡ്രിലാറ്ററൽ അങ്ങ് പഠിക്കാം. റെക്ടാങ്കിളിന് മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ മൊത്തം പഠിക്കണം. ഇവിടെ ക്വാഡ്രിലാറ്റർ ആയിരിക്കും. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. പക്ഷേ ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റൂളും ഇല്ല. എന്ത് വേണേ ആവാം. എനിക്ക് ഇങ്ങനെ ഇതൊരു ക്വാഡ്രിലാറ്റർ ട്രപ്പീസിയം പോലത്തെയാണ്, കൈറ്റ് ആവാം, എന്ത് വേണേ, പാരലോഗ്രാം ഒക്കെ ആവാം. അപ്പോൾ അതൊന്ന് പഠിച്ചേക്കാം. ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചാൽ വളരെ 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 സിമ്പിളാണ്. ഓക്കെ, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ജോമെട്രി സിമ്പിളാവും. ജോമെട്രി പഠിച്ചാൽ ഇത് സിമ്പിളാവും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് പോളിനോമിയൽ സിമ്പിളാവും. പോളിനോമിയൽ പഠിച്ചാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സിമ്പിളാവും. അത് അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത ചാപ്റ്റർ ഇതാ, നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ +1 യോധ ബാച്ചിൻ്റെ റിസൾട്ട്സിനെ പറ്റി അറിയാലോ. ഇത്ര സ്റ്റുഡൻസിനാണ് ഫുൾ, ഇത്രയല്ല, ഇത് പഴയതാണ്. 32 സ്റ്റുഡൻസിനാണ് ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് +1 മേടിക്കാൻ. നിങ്ങൾ 1.5 മാസം പ്രത്യേകിച്ചുള്ളപ്പോൾ 1.5 മാസം യോധ ബാച്ചിൽ പഠിച്ച് ഉണ്ടാക്കിയ റിസൾട്ട്സാണ്. ഇത്രയും കുട്ടികൾക്ക് ഫുൾ മാർക്ക്. ഇതിനെക്കാട്ടും കുട്ടികൾക്ക്, ഇതിന് കണക്ക് ചെറിയ തെറ്റുണ്ട്, 709+ സ്റ്റുഡൻസിന് എന്താണ് ഫുൾ A+ ഇൻ സയൻസ്, ഫുൾ A+. ഓക്കെ, ഇത്രയും സ്റ്റുഡൻസ് 99% മേലെ ബാക്കിയുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാമല്ലോ. അതുപോലെ നിങ്ങൾക്ക് SSLCനെക്കാട്ടും എത്രയോ ടഫായ +1 1.5 മാസം കൊണ്ട് യോധ ഭാഷ ഇത്ര റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് SSLCയിൽ ഫുൾ A+ വളരെ സിമ്പിളായിട്ട് എക്സാമിനർ നിങ്ങൾക്ക് മേടിച്ച് തരും. നിങ്ങൾ ഇനി പഠിക്കാൻ തുടങ്ങാത്ത ഒരാളാണെങ്കിലും, ഒരു ഐഡിയ ഇല്ല, ഒരു ക്ലൂ ഇല്ലാത്ത ആളാണെങ്കിലും എക്സാമിനർ ഉണ്ട് കൂടെ. നിങ്ങൾക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യാം എക്സാമിനർ ലക്ഷ്യ ബാച്ചിൽ. ലക്ഷ്യൻ്റെ പവറൊക്കെ നിങ്ങളിപ്പോൾ ചാറ്റിൽ കാണും, നിങ്ങൾ കമൻസിൽ കാണും. കാരണം ലക്ഷ്യ സ്റ്റുഡൻസിന് അറിയാം അവർക്ക് ഫുൾ A+ കിട്ടും, അവർ ആ വഴിയിലേക്കാണെന്ന്. അപ്പോൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്, ഫുൾ സിലബസ് ഓൾറെഡി റെക്കോർഡഡ് ഉണ്ട്. അതുപോരാതെ നിങ്ങൾക്ക് A+ ബൂസ്റ്റർ റിവിഷൻ ഉണ്ട്. എല്ലാ സബ്ജക്ട്സിനും A+ കിട്ടാനുള്ള റിവിഷനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സിലേക്ക് കിടക്കാം. നമ്മൾ 7th ചാപ്റ്റർ ടാൻജൻസ്, സർക്കിൾസ് ആയിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക്കാണ് ടാൻജൻസ്. ഇതിൽ ടാൻജൻസ് എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കണം ഡെഫിനറ്റ്ലി. ടാൻജൻസ് ആൻഡ് ആംഗിൾസ് അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ. ടാൻജൻസ് ആൻഡ് ആംഗിൾസ് കൂടുതലും കൺസ്ട്രക്ഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക്കാണ്, മാർക്ക് വരുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തോ. ഓക്കെ, ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് കൺസ്ട്രക്ഷന് ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ. ഓക്കെ, അത് ടാൻജൻസ് ത്രൂ എ പോയിന്റ് ആണ് സർക്കിൾ, ഡെഫിനറ്റ്ലി പഠിക്കണം. കോർഡ് ആൻഡ് ടാൻജൻറ്റ് പഠിക്കണം, ഇതൊക്കെ ഫോക്കസ് ഏരിയ മഞ്ഞ കളറിലുള്ള. ടാൻജൻസ് ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ, അതും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ്. അതിലൊരു ഫോർമുലയൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, ഇന്ന് പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട്. സർക്കിൾ ടച്ചിങ് എ ലൈൻ, അങ്ങനെ പറഞ്ഞാൽ ഒരു സർക്കിൾ ഉണ്ട്, ഇങ്ങനെയാണ് വരാറ്, ഇത് രണ്ടും ടാൻജൻ്റ് ആണ്. അങ്ങനെയാണ് ഈ ആംഗിൾ സെൻറ്ററിൽ കൂടെ പോകുന്നത് ബൈസെക്ട് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ട്, അത് വേണമെങ്കിൽ പഠിക്കാൻ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഇത്രയേ ഉള്ളൂ.
പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് പ്രീവിയസ് ഇയറിൽ വന്നത്. അതായത് നിങ്ങൾക്ക് വർഷങ്ങൾ കുറവാണ് പ്രീവിയസ് ഇയർ ഈ സെയിം പാറ്റേൺ വരുന്നത്. അതോടെ ഈ ക്വസ്റ്റ്യൻ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഹെറോൺസ് ഫോർമുല സിമ്പിൾ ഫോർമുലയാണ്. ഓക്കെ, അത് ഈ ടോപ്പിക്സിൻ്റെ അവസാനമായിട്ട് വരുന്നതാണ്. റൂട്ട് ഓഫ് എസിൻ്റെ എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലേ, എന്താണ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് പറ്റുവാണെങ്കിൽ പഠിച്ചോ, സിമ്പിൾ ഫോർമുലയാണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സിമ്പിൾ ഫോർമുല ബൈ ഹാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ പഠിക്കുക, ബാക്കിയുള്ള ടോപ്പിക്സ് എന്താണ് പഠിക്കണം എക്സെപ്റ്റ് ഫോർ ദിസ്. ഇത് കൺസ്ട്രക്ഷൻ നിങ്ങളെ വളരെ ഹെൽപ്ഫുൾ ആയ ടോപ്പിക്കാണ്. ഇനി നമുക്ക് വരുന്ന സോളിഡ്സ് ഫുൾ ചാപ്റ്റർ അങ്ങ് പഠിച്ചോ, അത് അലൻ സാറിന് ഗ്യാരണ്ടിയാണ്, സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പോൾ പിരമിഡ്സ് ഉണ്ട്. പിരമിഡ്സ് ഇതിനാണ് അവോയ്ഡ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഫോക്കസ് ഏരിയ ഉണ്ടെങ്കിലും പിരമിഡ്സ് അവോയ്ഡ് ചെയ്യേണ്ട, വളരെ സിമ്പിളാണ്. ഓക്കെ, കോണൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഒട്ടും അവോയ്ഡ് ചെയ്യാൻ അലൻ സാർ സമ്മതിക്കില്ല. കോണും സ്ഫിയറും ഹെമിസ്ഫിയറൊക്കെ എന്താണെങ്കിലും പഠിച്ചിരിക്കണം. അതിൻ്റെ വോളിയം, അതിന് TSA, അതിൻ്റെ CSA, അങ്ങനെ എല്ലാം CSAയും പഠിക്കണം. അപ്പോൾ സർഫസ് ഏരിയ എല്ലാത്തിനും പഠിക്കണം. നിങ്ങൾക്ക് ആ ഹെമിസ്ഫിയർ ആണെങ്കിൽ എന്താണ് വരിക, ആ സർക്കിളും പ്ലസ് ബാക്കി. അതുപോലെ തന്നെ കോണിൻ്റെ എന്താണ് കർവ് സർഫസ് ഏരിയ, പിന്നെ ബേസ് ഉണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ, വോളിയം. പിന്നെ അത് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞാൽ എല്ലാത്തിനും വോളിയം ഏരിയയും പഠിച്ചു കഴിഞ്ഞാൽ പിരമിഡും കൂടി പഠിക്കുക. സിമ്പിളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യുക. ഇനി നിങ്ങൾ സ്ലാൻഡ് ഹൈറ്റും നമ്മൾ എല്ലാവർക്കും തെറ്റും. അത് ഡെഫിനറ്റ്ലി നോട്ട് ചെയ്യുക. പിന്നെ എഡ്ജും ലാറ്ററൽ എഡ്ജും മറ്റേ എഡ്ജും ബേസ് എഡ്ജൊക്കെ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ മൊത്തം പഠിക്കണം, ഡെഫിനറ്റ്ലി പഠിക്കണം. ഇനി ജോമെട്രി ആൻഡ് ആൾജിബ്ര ഏത് ചാപ്റ്ററായിട്ട് വളരെ റിലേറ്റഡ് കോർഡിനേറ്റ്സ് ആയിട്ട്. അപ്പോൾ അത് പഠിച്ചാൽ ഇത് സിമ്പിളാവും, ഇത് പഠിച്ചാൽ അത് സിമ്പിളാവും. ട്രയാങ്കിൾ പ്രോബ്ലംസ് എന്താണ് ഇത് വേണം. മിഡ് പോയിന്റ് ഏറ്റവും സിമ്പിൾ ടോപ്പിക്, ഡെഫിനറ്റ്ലി പഠിക്കണം. റേഷ്യോയും പഠിച്ചോ. ഓക്കെ, അപ്പോൾ റേഷ്യോയും പഠിക്കണം എന്ന് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാം. റേഷ്യോയും പഠിക്കണം. സ്ട്രെയിറ്റ് ലൈൻ എന്താണെങ്കിലും പഠിച്ചോ, കാരണം ഇതൊക്കെ ഫോക്കസ് ഏരിയയിലുണ്ട്. അപ്പോൾ ഇതും അവോയ്ഡ് ചെയ്യണ്ട. ഫിഗേഴ്സ് ആൻഡ് ഇക്വേഷൻസ് നിങ്ങൾ എന്താണ് പഠിച്ചത്, നിങ്ങൾ +1 യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയും കാലം നമ്മൾ എന്താണ് പറഞ്ഞത്, ഈ റേഷ്യോ വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്കൊരു ലൈൻ ഉണ്ടാവും, അതിലിതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഇത് എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഒരു ഫോർമുല ഉണ്ട്, ബൈ ഹാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ 1 ഷോട്ട് റിവിഷനിൽ അലൻ സാർ പഠിപ്പിച്ചു തരും, ഡോണ്ട് വറി. അപ്പോൾ ഇപ്പോൾ എന്താ ജോമെട്രി ആൾജിബ്രയും സെറ്റ്. സ്ലോപ്പിന് ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട്, അത് നിങ്ങൾക്ക് കോർഡിനേറ്റ്സിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര ഒരു റിലേഷൻഷിപ്പാണ്. ജോമെട്രി മറ്റേ ഹെൽപ്പ് ചെയ്യും, കോർഡിനേറ്റ്സ് ഇതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും രണ്ടും പഠിച്ചിരിക്കണം. ഫിഗേഴ്സ് ആൻഡ് ഇക്വേഷൻസ് പഠിക്കുക. ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അവോയ്ഡ് ചെയ്യാം. ഫിഗേഴ്സ് ആൻഡ് ഇക്വേഷൻസ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ മാത്രം അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് വരുന്ന എന്താ ലാസ്റ്റ് 2 ചാപ്റ്റർ പോളിനോമിയൽസ്. ഇത് ഏതായിട്ട് ചാപ്റ്റർ റിലേറ്റഡ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആയിട്ട് വളരെ റിലേറ്റഡ് ആയ ടോപ്പിക്കാണ്. ഫസ്റ്റ് 2 ടോപ്പിക്സ് എന്താണെങ്കിലും പഠിക്കണം, ഫാക്ടേഴ്സും സൊല്യൂഷൻസും പഠിക്കണം. ഈ സൊല്യൂഷൻസ് ആൻഡ് ഫാക്ടേഴ്സ് ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ചാപ്റ്ററിൽ ഒരു ഫോർമുല ഉണ്ട്, അത് പഠിക്കണം. അത് ഇവിടെ ഹെൽപ്ഫുള്ളാണ്. അത് പഠിച്ചാൽ ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ടോപ്പിക്സേ അവോയ്ഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ, വളരെ കുറച്ച്. ഇതെന്താണെങ്കിലും പഠിക്കണം. കാരണം എന്താണ്, നമ്മൾ മറ്റേ ചാപ്റ്ററും പഠിക്കുന്നുണ്ട്, പോളിനോമിയൽസിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലും. അപ്പോൾ ഇതും അതും പഠിച്ചു കഴിഞ്ഞാൽ 2 ചാപ്റ്ററും നമുക്ക് എന്താ, ഒരു വെടിക്ക് 2 പക്ഷി പോലെ, ഒരു വെടിക്ക് 2 ടോപ്പിക്സായി. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും പഠിക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ്. നോട്ട് എ കറക്റ്റ് ആവറേജ്, അത് നോക്കണ്ട. നിങ്ങൾ വെറുതെ ഹെഡിങ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ. ആവറേജ് പഠിക്കുക, മീഡിയം പഠിക്കുക. പിന്നെ വരുന്നത് എപ്പോഴും പ്രശ്നം വരുന്നത് ഫ്രീക്വൻസി മീഡിയം സിമ്പിളാണ്. ക്ലാസ് ആൻഡ് മീഡിയൻ. ക്ലാസ് വരുമ്പോൾ മീഡിയം വരുമ്പോൾ വലിയ കാൽക്കുലേഷനൊക്കെ വരും. നിങ്ങൾ ട്രൈ ചെയ്യാം. ഇപ്പോഴേ ട്രൈ ചെയ്ത് തുടങ്ങാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവസാന ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ നിർബന്ധിക്കില്ല പഠിക്കാൻ. പക്ഷേ ഇതിൽ ക്വസ്റ്റ്യൻ വന്നാൽ 4, 5 അഥവാ 6 മാർക്കിനെ വരിക. നല്ല വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പഠിക്കാനുള്ള സമയം ധാരാളമായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളായിട്ട് ഇനി സാർ കുറേ പഠിക്കാനുണ്ട് സാർ, ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊന്നും വിഷമിക്കേണ്ട. കാരണം സമയമുണ്ട്. നിങ്ങൾ കണ്ട് കുറച്ച് ടോപ്പിക്സ് ഉള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ട്രിക്ക്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് വിയേർഡായി തോന്നുമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന അലൻസാറിൻ്റെ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, മെൻറ്റിയിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അതിനെക്കാട്ട് ക്വസ്റ്റ്യൻസ് വേണം സാർ, ഫുൾ മാർക്ക് എനിക്ക് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അവിടെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ, ഡെയിലി ലൈവ് ക്ലാസ്സിൽ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതുപോരാതെ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നതിനെക്കാട്ടും ലെവലെല്ലാം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യുന്ന രീതിയിൽ ആക്കി തരും. ഓക്കെ, അലൻ സാറിൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ലക്ഷ്യ ബാച്ച് ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വേറെ വീഡിയോസും ബാക്കി സബ്ജക്ട്സ് വേണം, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിക്കൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കമൻസിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വായിക്കുന്നതായിരിക്കും. അലക്സ് സാറും കിരൺ സാറും അനു മിസ്സും അർച്ചന മിസ്സും എല്ലാവരും വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ ടോപ്പിക്സും എല്ലാ സബ്ജക്ട്സും ഇത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. മാത്സിൽ നമ്മൾ തകർക്കാൻ ഫുൾ മാർക്ക്, ഫുൾ A+ എങ്ങനെ മേടിക്കണം എന്ന്, എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ മാത്സിൽ ഇനി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. നമുക്ക് ഫുൾ A+ തന്നെ മേടിക്കാം.